പാപികളായിരിക്കും നമ്മൾ സ്വർഗത്തെ പറ്റി ഒരു ചിന്ത വരണം. ദൈവത്തോടും പുത്രനായിരിക്കുന്ന ക്രിസ്തുവോടും കൂടെ കോടാനുകോടി ദൂതന്മാരെ ആ ആരവാരവങ്ങളുടെ മധ്യത്തില് ആ സ്വർഗീയമായിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ എനിക്ക് കഴിയുമോ? എനിക്ക് അങ്ങോട്ടൊന്ന് മടങ്ങിപ്പോകണം, എനിക്ക് ആ സ്വർഗീയമായിരിക്കുന്ന പ്രവേശനത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അപ്പന്റെ ഭവനത്തിലേക്കുള്ള വഴി നിങ്ങൾ കണ്ടെത്തുമായിരുന്നു. നിങ്ങൾ ഭാണ്ഡം മുറുക്കിക്കൊണ്ട് ആ പിതാവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുമായിരുന്നു. ആ പുത്രനോ തന്റെ കഷ്ടകരമായിരിക്കുന്ന അനുഭവത്തിലും മരണഭീതിയിലും ദാരിദ്ര്യത്തിലും പന്നിക്കൂട്ടിലെ അനുഭവത്തിൽ അവന്റെ അപ്പന്റെ ഭവനത്തെ പറ്റി ഓർത്തു. അവൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു, ഇനി മകൻ എന്ന് പറയുവാൻ എനിക്കെന്താണ് ഒരു പദവി ലഭിക്കാൻ സാധ്യതയില്ല. ഞാൻ ഇനി അവന്റെ മകനാണെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അവകാശം സ്ഥാപിക്കാനും കഴിയത്തില്ല. ഞാൻ എന്റെ അപ്പന്റെ സകല സമ്പത്തും തിന്നു കുടിച്ച് കളഞ്ഞവനാണ്. ആകയാൽ ഞാൻ ഭാണ്ഡം മുറുക്കിക്കൊണ്ട് എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ പറയും, ഞാനിതാ നിന്റെ ദാസന്, ഞാൻ നിന്റെ വയലിലെ ഒരു ജോലിക്കാരനെ പോലെ ഈ ഭൂമിയിൽ ജോലി ചെയ്തോളാം, എനിക്ക് ഭക്ഷണം മാത്രം മതി. അവനെ തന്നെ താഴ്ത്തി ഇന്നലെ വരെ താൻ പകൻ എന്നുള്ള അധികാരത്തോടെ അഹങ്കാരത്തോടെ സ്വത്തിന് അവന്റെ വീതം സ്വത്തിന് അവനെന്താണ് ആവശ്യപ്പെട്ടവനാണ്. ഇന്ന് അവൻ പറയുന്നു, അതല്ല, ഞാൻ തിന്നു നശിപ്പിച്ചവനാണ്, ഇനി മകൻ എന്നുള്ള പദവിക്ക് ഞാൻ യോഗ്യനല്ല. അപ്പ എന്നോട് കരുണ കാണിക്കണമേ. അപ്പൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനാണോ? അതുമല്ല, സ്വർഗത്തിനോടും നിന്നോടും ഞാൻ പാപം ചെയ്തവനാണെന്ന് ഞാൻ അവനോട് ഏറ്റു പറയും. പ്രിയപ്പെട്ട, അവന്റെ മടങ്ങിപ്പോക്കില് അവന്റെ ഹൃദയത്തെ താഴ്ത്തിയപ്പോൾ ആ പിതാവ് ദൂരദേശത്ത് നിന്ന് അവനെ കാണുകയാണ്. അവന്റെ മട്ടുപ്പാവിൽ നിന്ന് വിഷണ്ണനായിട്ട് വിവശനായിട്ട് കടന്നു വരുന്ന ഈ മകനെ അവൻ കണ്ടുകൊണ്ട് അപ്പൻ ഇറങ്ങി ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് അവൻ എന്താണ് തന്റെ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മകൻ മരിച്ചു പോയവനായിരുന്നു, ഇതാ അവൻ മടങ്ങി വന്നിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടു പോയവനായിരുന്നു, അവൻ മടങ്ങി വന്നിരിക്കുന്നു. ആകയാൽ തടിപ്പിച്ച കാളക്കുട്ടികളെ അറുപ്പിൻ, അവന് വിരുന്നൊരുക്കുവിന്, അവന്റെ ചെരുപ്പ് മാറ്റി പുതിയ ചെരുപ്പ് ധരിപ്പിപ്പിന്, അവന്റെ കീറിയ വസ്ത്രം മാറ്റി അവനെ രാജകുപ്പായം ധരിപ്പിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് അവൻ എന്താണ് ദാസന്മാരുടെ കരങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ടോ തന്റെ കയ്യിലെ മോതിരം ഊരി അവന്റെ വിരലിൽ അണിയിച്ചിട്ട് ആ അപ്പനും മകനും ഒന്നിച്ച് അത്താഴം കഴിക്കുന്നെങ്കിൽ അവന്റെ മാനസാന്തരമാണ് അവനെ പിതാവിന്റെയൊക്കെ മടക്കി കൊണ്ടുവന്നെങ്കിൽ, പ്രിയപ്പെട്ടെ, നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടായിട്ടല്ലാതെ നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് ആ നിത്യഭവനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതേ പ്രിയപ്പെട്ട, ആ സ്വർഗീയ ഭവനം നിങ്ങൾക്ക് അവകാശമാക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന തേജസ്പൂർണമായിരിക്കുന്ന സ്വർഗീയ ഭവനം, നിത്യഭവനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ പുത്രനെ പോലെ, ആ മുടിയനായവനെ പോലെ നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമാണ്. കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ സ്വർഗീയ ഭവനത്തിലേക്ക് എന്നാണ് ഒരു വേലക്കാരനെ പോലെ കടന്നു വരുവാനെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ചുംബിച്ച് അവൻ നിങ്ങളെ പുത്രത്വത്തിന്റെ പദവിയിലേക്ക് കൊണ്ടുവന്ന് സ്വർഗത്തിൽ നിങ്ങൾ അവകാശികളാക്കി തീർക്കപ്പെടുമായിരുന്നു. അതേ പുത്രനെങ്കിലോ നിങ്ങൾ അവകാശികളായിട്ട് തീരും.